ഇന്ത്യൻ വിപണി ലക്ഷ്യമിട്ട് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും വൈറ്റ് ഹൌസ് ഉപദേഷ്ടാവ് ഇലോൺ മസ്കും സമ്മർദ്ദം ശക്തമാക്കിയതോടെ പ്രിയ സുഹൃത്തായ മുകേഷ് അംബാനിയെ കൈവിട്ടിരിക്കുകയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പ്രധാനമന്ത്രി പദമേറാൻ മോദിക്ക് കൈത്താങ്ങായി നിന്ന സുഹൃത്തായിരുന്നു ഇന്ത്യൻ വ്യവസായിയായ മുകേഷ് അംബാനി. മുകേഷ് അംബാനിയെയും ഗൗതം അദാനിയെയും മോദിയുടെ അടുത്ത സുഹൃത്തുക്കളായിരുന്നു. സ്വന്തമായി പ്രധാനമന്ത്രിയുള്ള വ്യവസായികളാണ് എന്നാണ് ഇരുവരെയും വിളിച്ചിരുന്നത്. എന്നാൽ ഇപ്പോൾ അംബാനിക്കും അദാനിക്കും ആനുകൂല്യങ്ങൾ ലഭിക്കുന്ന തരത്തിലായിരുന്നു കേന്ദ്ര സർക്കാരിന്റെ പല പ്രവർത്തനങ്ങളെന്നും നമ്മൾ കാണാതെ പോകരുത്. പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയും അംബാനിയും അദാനിയും സുഹൃത്തുക്കൾക്ക് വേണ്ടിയാണ് മോദിയുടെ ഭരണമെന്നും പരസ്യമായി തന്നെ വിമർശിച്ചിരുന്നു. എന്നാൽ മോദിയുടെ സുഹൃത്തായ ഡൊണാൾഡ് ട്രംപ് അമേരിക്കൻ പ്രസിഡന്റ് ആയതോടെ കാര്യങ്ങളൊക്കെ തകിടം മറിഞ്ഞു. ഇന്ത്യക്ക് അനുകൂലമായ നിലപാടായിരിക്കും അമേരിക്ക സ്വീകരിക്കുക എന്ന പ്രതീക്ഷ തകർത്താണ് ട്രംപ് സ്വന്തം സുഹൃത്തും വൈറ്റ് ഹൌസ് ഉപദേഷ്ടാവുമായ ഇലോൺ മസ്കിന് വേണ്ടി ഇന്ത്യൻ വിപണിയിൽ തന്നെ പിടിമുറുക്കുന്നത്. മോദി ട്രംപുമായി നയതന്ത്ര ചർച്ച നടത്തുന്നതിനിടയിലേക്കാണ് ഇന്ത്യൻ കുടിയേറ്റക്കാരെ കൈവിലങ്ങും കാൽ ചങ്ങലയുമിട്ട് ട്രംപ് അമേരിക്കയുടെ സൈനിക വാഹനത്തിൽ ഇന്ത്യയിലേക്ക് നാടുകടത്തിയത്. കുടിയേറ്റക്കാർക്കുള്ള മാനുഷിക പരിഗണന പോലും ട്രംപ് നിഷേധിക്കുകയായിരുന്നു. കൊളംബിയയും ബ്രസീലും അടക്കമുള്ള രാജ്യങ്ങൾ സ്വന്തം പൗരന്മാരായി എത്തിയ അമേരിക്കൻ സൈനിക വിമാനത്തിന് രാജ്യത്തിലിറങ്ങാൻ അനുമതി നിഷേധിച്ച് പ്രതിഷേധം പ്രകടമാക്കിയിരുന്നു. എന്നാൽ ഇന്ത്യ ആവട്ടെ സ്വന്തം പൗരന്മാരെ കൈവിലങ്ങണിയിച്ച് എത്തിച്ചിട്ട് പോലും മൗനം പാലിക്കുകയായിരുന്നു. അംബാനിയുടെ ജിയോയ്ക്ക് ഇന്ത്യയിൽ 500 മില്യൺ സബ്സ്ക്രൈബർമാർ ഉണ്ട്. എന്നാൽ അംബാനിയേക്കാൾ മികച്ച സാങ്കേതിക വിദ്യയും ഇന്റർനെറ്റ് സേവനം ഉള്ളതുകൊണ്ട് സ്റ്റാർലിങ്ക് ജിയോയുടെ ഇന്ത്യയിലെ കുത്തക തകർക്കുമെന്ന് ഉറപ്പാണ്. അതായത് ഇലോൺ മസ്ക് ഇന്ത്യയിലെ പ്രമുഖ കമ്പനിയെ ഏറ്റെടുത്തതിനെ പറ്റിയാണ് പറയുന്നത്. സ്റ്റാർലിങ്ക് 2022 ഇന്ത്യയിൽ പ്രവർത്തന അനുമതിക്ക് അപേക്ഷിച്ചിരുന്നുവെങ്കിലും റിലയൻസിന്റെ സമ്മർദ്ദത്തിൽ അനുമതി നൽകിയിരുന്നില്ല. ട്രംപ് അധികാരമേറ്റതോടെയാണ് മസ്കിന് വേണ്ടി ഇന്ത്യൻ വിപണി തുറന്നുകൊടുത്തത്. ഇന്ത്യയിലെ ഗ്രാമങ്ങളിലടക്കം അതിവേഗ ഇന്റർനെറ്റ് സൗകര്യമാണ് മസ്ക് ഉറപ്പു നൽകുന്നത്. അദാനി ഗ്രീൻ എനർജി ലിമിറ്റഡ് എന്ന കമ്പനി അമേരിക്കൻ നിക്ഷേപകരിൽ നിന്നും $175 ദശലക്ഷം സമാഹരിച്ചത്. $2 ബില്യൺ മൂല്യമുള്ള സൗരോർജ്ജ വിതരണ കരാറുകൾ നേടുന്നതിനായിട്ട് ഇന്ത്യൻ ഉദ്യോഗസ്ഥർക്ക് $250 മില്യൺ കൈക്കൂലി നൽകി. ഇതും പുതിയ ബന്ധങ്ങളിലേക്ക് കടന്ന മോദി അദാനിയെയും കൈവിടാനുള്ള ഒരു സാധ്യത തെളിഞ്ഞു നൽകുകയാണ്. തങ്ങളുടെ കമ്പനി അഴിമതിരഹിത നയമാണ് സ്വീകരിക്കുന്നത് എന്ന് അമേരിക്കൻ ഭരണകൂടത്തെയും നിക്ഷേപകരെയും വിശ്വസിപ്പിച്ച് എന്നാണ് അദാനിക്കെതിരെയുള്ള കേസ്. അദാനിക്കെതിരെയുള്ള കേസ് ഇന്ത്യൻ വിപണി തുറന്നു നൽകാനുള്ള ആയുധമായിട്ടാണ് ട്രംപ് ഉപയോഗിക്കുന്നത്. കെൻഡക്കി ബോർബോൺ പോലെയുള്ള അമേരിക്കൻ മദ്യത്തിന് ഇന്ത്യ 150% നികുതിയാണ് ചുമത്തുന്നത്. ഇതിനെതിരെ പരസ്യമായിട്ട് വൈറ്റ് ഹൌസ് മാധ്യമ ഉപദേഷ്ടാവ് കരോലിൻ ലീവിറ്റ് രംഗത്തേക്ക് വന്നിരുന്നു. ഗുജറാത്ത് മുഖ്യമന്ത്രിയായിരുന്ന നരേന്ദ്രമോദിയെ BJPയുടെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയാക്കുവാനും 2ാം UPA ഭരണത്തിന് അന്ത്യം കുറിച്ച് പ്രധാനമന്ത്രി പദത്തിലേറ്റാനും വിയർപ്പൊഴുക്കിയ വ്യവസായികളാണ് അംബാനിയും അദാനിയും. ട്രംപും മസ്കും കണ്ണുരുട്ടിയതോടെ സൗഹൃദം മറന്ന് ഇരുവരെയും കൈവിട്ടിരിക്കുകയാണ് നരേന്ദ്രമോദി.